അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ, നമ്മുടെ 80ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ. ആ ദിവസത്തെ ചെറിയൊരു വ്ളോഗാണ്. സോ രാവിലെ തന്നെ നല്ലൊരു ചായ കുടിച്ചു, ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ റിഹുവും എൻ്റെ വാപ്പയൊക്കെ ഇവിടെ പോയിട്ടുണ്ട്, സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു കൊടി ഉയർത്താൻ. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ പള്ളിൻ്റെ അവിടുത്തെ കൊടി ഉയർത്തലാണ്. ഇപ്പോൾ കാണുന്ന വീഡിയോ എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്തതാണ്, ഞാൻ അങ്ങോട്ട് പോയതെന്നല്ല. പിന്നെ ഇതാ അവിടെ നമ്മുടെ വായനശാലയുണ്ട്, വായനശാലയുടെ ഫ്രണ്ടിലുള്ള പതാക ഉയർത്തലാണ്. അവിടെ കുറേ വയസ്സായ ആൾക്കാരാണ് എനിക്ക് കൂടുതൽ കാണാൻ പറ്റിയത്. സോ അവിടെ വായനശാലയിൽ യുവാക്കളൊന്നും കാണുന്നില്ല, ഫുള്ള് വയസ്സായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. വായിക്കാൻ അവർക്കാർക്കും താല്പര്യം തോന്നണു അല്ലേ. സോ ഇതാ അവിടെ ജനഗണമന നമ്മുടെ നാഷണൽ ആന്തം പാടുമ്പോൾ അതാ വലിയപ്പന്മാരൊക്കെ മുണ്ടൊക്കെ താഴ്ത്തിയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ എൻ്റെ റിഹുവും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഒരു പട്ടത്തിന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഉയർത്താൻ. അത് പറഞ്ഞൊന്നുമില്ല, അവർ ഫുൾ മെക്കാനിക്കലായിരുന്നു, അവർക്ക് അതെങ്ങനെ നോക്കിയിട്ട് ശരിയാക്കാനൊന്നും പറ്റില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ കുറച്ച് ട്രൈ ചെയ്തു പക്ഷേ എനിക്കറിയില്ല. പിന്നെ 4 മണിക്ക് നല്ലൊരു ചായ ഞാൻ വെക്കണതുകൊണ്ട് പറയല്ലേ, ഞാൻ വെക്കുന്ന ചായയാണ് ഇഷ്ടം. അത് അങ്ങനെയാണ്, ഞാൻ വെച്ച് കുടിച്ചാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അത് എൻ്റെ ചായയാണ് എനിക്കിഷ്ടം, എന്തോ എനിക്കങ്ങനെയാണ്. അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നൊരു സോ ഞാൻ മൈലാഞ്ചിക്ക് ഇപ്പോൾ റെഡി ഇവിടെ അടുത്ത് തന്നെയാണ്. അത് റിഹു റെഡി ആയിട്ടുണ്ടായിരുന്നു. റിഹുവിൻ്റെ അവൻ രാവിലെ കുത്തിയ ഫ്ലാഗ് അയച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വെറുതെ ഒരു പട്ടി ഷോ വെറുതെ ഒരു വീഡിയോ ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ ഒന്ന് എടുത്ത് നോക്കി, വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്താണ്. പിന്നെ ഞങ്ങൾ ബൈക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. രാത്രി ഇവിടെ അടുത്ത് തന്നെയാണ്, മൈലാഞ്ചി ഇവിടെ കുറച്ച് അടുത്ത് തന്നെയാണ്. സോ ഞാനും ഇക്കാക്കി റിഹുവും കൂടിയിട്ട് ബൈക്കിലാണ് പോയത്. അങ്ങനെ ഞങ്ങളെ മൈലാഞ്ചി ഇവിടെ എത്തി. നമ്മുടെ അയൽവക്കക്കാരാണെങ്കിലും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്, സ്വന്തം ആൾക്കാരിനെ പോലെ പെരുമാറുന്ന ആൾക്കാർ, നമ്മൾ ഒരു കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരാണ്. സോ ഇതാ റിഹു ആണ് അവിടെ നോക്കുക. മരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചെടിയിലങ്ങനെ ലൈറ്റൊക്കെ വെച്ചിരിക്കുന്നത്. എല്ലാവരും വരുന്ന ആൾക്കാരിനെയൊക്കെ സ്വീകരിച്ചിട്ട് അവരുടെ ഫ്രണ്ടിൽ കുടുംബക്കാരൊക്കെ ഉണ്ട്. അവിടെ ചോറ് കൊടുക്കുന്നത്. വീട്ടിൽ മൈലാഞ്ചി പരിപാടി മാത്രമേ ഉള്ളൂ, ഒരു ഇല പോലും മറിച്ചില്ലാത്ത എൻ്റെ കെട്ടിയൻ അവിടെ ഭയങ്കര ചോറൊക്കെ വിളമ്പലായിരുന്നു. അപ്പോൾ പിങ്ക് കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ചുബിയിട്ട ആളാണ് ചെക്കൻ. ചെറിയൊരു ചെക്കനാണ്, നല്ല പാവം ചെക്കനാണ്, നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് എൻ്റെ വാപ്പ, വൈറ്റ് കളർ ഷർട്ട്. പിന്നെ അവിടെ ഉസ്താദന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരം ദോയർന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ ഞാൻ കുറച്ച് നേരം ഉള്ളിലേക്ക് പോയി, അവിടെ ഉള്ളിൽ ഫുള്ള് സ്ത്രീ ജനങ്ങളായിരുന്നു. കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്നു, സംസാരിച്ചു. വീട്ടിൽ പരിപാടി. പിന്നെ അത് റിഹുവിൻ്റെ ഫ്രണ്ടാണ് പട്ടു. അപ്പോൾ റിഹുവിൻ്റെ ഫ്രണ്ടിനെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റാണ്. സോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചോറ് കഴിക്കാനിരുന്നു. നെയ്ച്ചോറും കായ്ച്ചാറും, നമ്മളത്തെ പാലക്കാടൻ മൈലാഞ്ചികൾ കാണുന്ന സ്ഥിരം പാലക്കാടൻ നെയ്ച്ചോറ് കായ്ച്ചാറൊക്കെയാണ്. സോ ഞാൻ ഫുള്ള് വയറ് നിറയെ കഴിച്ചു. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്.